നമ്മളെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അന്നം തരുന്ന കർഷകരോട് ഇത്രയേറെ ക്രൂരത കാട്ടിയ മറ്റൊരു സർക്കാരില്ല എന്ന് തന്നെ വേണം പറയാൻ. നമസ്കാരം, ബാലകൃഷ്ണനാണ് നമ്മുടെ കൂടെയുള്ളത്. ബാലകൃഷ്ണ നമസ്കാരം. നമസ്കാരം. എന്താണ് ശരിക്കും കർഷകർ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇന്ത്യയിലെ കാർഷിക മേഖല കഴിഞ്ഞൊരു പതിറ്റാണ്ടായിട്ട് ഏറെ പ്രതിസന്ധിയിലാണ്. അതുമായി ബന്ധപ്പെട്ട കൃഷിക്കാർ ഈ മുമ്പ് ഏത് കാലത്തും ഇല്ലാത്ത തരത്തിലുള്ള പ്രശ്നങ്ങളിലാണ്. ഒരുപക്ഷെ ദേശീയ സമര കാലഘട്ടത്തിലെ കൃഷിക്കാരൻ്റെ ഒരവസ്ഥ ഇപ്പോൾ തിരിച്ചു വന്നിരിക്കണം. കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം കൃഷിക്കാരുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് യഥാർത്ഥ രീതിയിൽ വിറ്റഴിക്കാനുള്ള സംവിധാനമില്ല. മുമ്പ് അല്പമാത്രം ഇപ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യ കിട്ടിയ ശേഷം ഉണ്ടാക്കി കൊണ്ടുവന്ന കുറച്ച് ചില കാര്യങ്ങളുണ്ട്. അതൊക്കെ അതിനെ കഴിഞ്ഞ 5-10 വർഷമായിട്ട് വല്ലാണ്ട് പിന്നാക്കം പോയിരിക്കുക. അപ്പോൾ കൃഷിക്കാരുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് അത് വിറ്റഴിക്കാനായിട്ടും വേണ്ടത്ര ശരിയായ വിലയ്ക്ക് വിറ്റഴിക്കാനുള്ള സംവിധാനം ഇല്ല എന്നുള്ളിടത്താണ് ശരിക്കുള്ള പ്രശ്നങ്ങൾ ആരംഭിക്കണം. കഴിഞ്ഞ 10 വർഷമായിട്ട് ഇന്ത്യയിൽ വന്ന മിക്കവാറും എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും കൃഷിക്കാരന് വേണ്ടി സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന സർക്കാർ കഴിഞ്ഞ 10 വർഷം മുമ്പ് അധികാരത്തിൽ വരുമ്പോൾ തന്നെ പ്രത്യേകിച്ചും അവർ കൃഷിക്കാരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കൃഷിക്കാർക്ക് ഉണ്ടാക്കുന്ന ഉൽപ്പന്നത്തിൻ്റെ 50% കൂട്ടി വില നിശ്ചയിച്ച് കൊടുക്കാം എന്ന ഒരു വാഗ്ദാനം ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ അന്ന് പറഞ്ഞെങ്കിലും കൂടെ അതൊക്കെ തമാശയ്ക്ക് പറഞ്ഞാണെന്നാണ് പിന്നീട് അവർ കോടതിയിൽ പോലും സത്യവാങ്മൂലം കൊടുത്തത്. പക്ഷെ അതുകൊണ്ട് സംഭവിച്ചെന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ന് ഇന്ത്യയിൽ നിലനിൽക്കുന്ന സർക്കാരിന് ഈ മേഖലയിൽ വളരെ കൃത്യമായൊരു പോളിസി ഉണ്ട്. ആ പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ കോർപ്പറേറ്റുകളായിട്ടുള്ള വൻപൻ കോർപ്പറേറ്റുകളുടെ ലാഭം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി മാത്രം പോളിസികൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് അവർ പാർലമെൻറ്റിൽ പാസ്സാക്കിയ 3 നിയമങ്ങൾ. കൃഷിക്കാരൻ ഉണ്ടാക്കിയിട്ടുള്ള ഉൽപ്പന്നം അവനെ എവിടെയും കൊണ്ട് വിൽക്കാമെന്നൊക്കെ പറയുമ്പോൾ തന്നെ ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിൽ ഇതൊക്കെ സംഭരിക്കാനും ഒക്കെയുള്ള സംവിധാനങ്ങൾ സർക്കാർ പൊതുമേഖലയിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ ആ ഗോഡൗണുകൾ അടക്കം ഇന്ത്യയിലെ പ്രൈവറ്റായിട്ടുള്ള ഈ കോർപ്പറേറ്റ് ആളുകൾക്ക് ആദ്യമേ ലീസിനൊക്കെ കൊടുത്തതിന് ശേഷം നിയമം തന്നെ കൊണ്ടുവരുന്നത് അവർക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയ നിയമമാണ്. അപ്പോൾ കൃഷിക്കാരുണ്ടാക്കിയിട്ടുള്ള സാധനങ്ങൾ അവധി വ്യാപാരം മുഖേനയൊക്കെ തന്നെ നേരത്തെ കൃഷിക്കാരനെ ഇത് കച്ചവടം ചെയ്ത് സ്വന്തമായി ഇതൊക്കെ സൂക്ഷിച്ച് ഉയർന്ന വിലയ്ക്ക് വിറ്റ് വലിയ ലാഭം ഉണ്ടാക്കാവുന്ന ഒരു പ്രോസസ്സ് ഇവിടെ നടപ്പാക്കുകയാണ് ചെയ്തത്. മോഡി അധികാരത്തിൽ വരുമ്പോൾ അവർ കഴിഞ്ഞ 10 വർഷമായിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യല്ല. കാരണം അതിന് മുമ്പ് ഒരുപക്ഷെ കോൺഗ്രസിൻ്റെ കാലഘട്ടത്തിൽ മൻമോഹൻ സിംഗ് ഒക്കെ കൊണ്ടുവന്ന ആ പോളിസിയെ കുറച്ചുകൂടി ഗംഭീരമായിട്ട് നടപ്പാക്കി എന്നുള്ള ഒരു കാര്യമാണ് മോഡിയുടെ ഭാഗത്തുനിന്നുണ്ടായെങ്കിൽ മോഡി ഗവൺമെൻറ് അത് BJP ഗവൺമെൻറ് തനതായ എന്തെങ്കിലും ഒരു കാര്യം ഈ മേഖലയിൽ അങ്ങനെ ഇന്ത്യയിൽ നടപ്പായില്ല എന്നാണ് തോന്നുന്നത്. പക്ഷേ ഈ ഗ്ലോബലൈസേഷൻ എന്നൊക്കെ പറഞ്ഞാൽ ആ സംഗതിയെ കൂടുതൽ ശക്തിയിൽ നടപ്പാക്കി എന്നുള്ളതാണ് മോഡി ഇവിടെ ചെയ്തു വെച്ച കാര്യം. പ്രത്യേകിച്ച് അവരുടെ അജണ്ട വളരെ കൃത്യമായിട്ട് നടപ്പാക്കുന്നതുകൊണ്ട് തന്നെ കൃഷിക്കാരൻ്റെ കയ്യിൽ നിന്നുള്ള പണം കോർപ്പറേറ്റുകളുടെ ഇടയിൽ നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റാത്ത തരത്തിൽ മനസ്സിലാവാത്ത തരത്തിൽ എത്തിപ്പെടാനുള്ള ചാനൽ സൃഷ്ടിക്കാണ് അവരിവിടെ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഏറ്റവും ചെറിയ ഉദാഹരണം പറഞ്ഞപ്പോൾ കേരളം പോലുള്ളൊരു സംസ്ഥാനം ഇപ്പോൾ നമ്മൾ കാരണന്മാരൊക്കെ ചോദിച്ചാൽ അറിയാം. ഒരു 10-25 കൊല്ലം മുമ്പ് ഒരു നാളികേരത്തിന് 10 രൂപ 8 രൂപ വില കിട്ടിയിരുന്നതാണ് ഒരു നാളികേരത്തിന്. പക്ഷേ ഇപ്പോഴും നാളികേരത്തിന് 8 രൂപ 10 രൂപയാണ് വിലയുള്ളത്. സത്യത്തിൽ സാമ്പത്തികത്തിൻ്റെ ഏത് നിയമം വെച്ച് നോക്കിയാലും ഒരു 30-40 രൂപയൊക്കെ ഒരു നാളികേരത്തിന് ഇപ്പോൾ വില വരേണ്ടതാണ്. പക്ഷേ സത്യത്തിൽ ഈ 10 രൂപയിൽ നിന്ന് 30 രൂപയിലേക്ക് വരുന്ന അതിൻ്റെ ഇടയിലുള്ള 30 രൂപ എവിടെ പോയി? വളരെ കൃത്യമാണ്. നമ്മൾ ഈ കേരളത്തിൽ ഒരു 1000 കോടി നാളികേരം ഉണ്ടാവുന്നതാണ് കണക്ക്. അങ്ങനെ വരികയാണെങ്കിൽ ഒരു 30,000 കോടി രൂപ ഒരു വർഷം കേരളത്തിൽ കിടന്ന് വരേണ്ടെന്ന പണം എവിടെ പോയി? നമുക്കറിയാം. പലപ്പോഴും ഇന്ത്യയിലെ വൻകിട കോർപ്പറേറ്റുകളുടെ ബഡ്ജറ്റ് അവരുടെ ബാലൻസ് ഷീറ്റൊക്കെ ഇപ്പോൾ പബ്ലിഷ് ചെയ്യുന്നതാണ്. അവർ ഓരോ വർഷവും ഇങ്ങനെ ഭയങ്കരമായിട്ട് അവരുടെ ബാലൻസ് ഷീറ്റിൽ വരുമാനം വർദ്ധിക്കുന്നതായിട്ട് കാണാൻ പറ്റും. കാരണം ഈ ആളുകൾക്കൊക്കെ തന്നെ ഇപ്പോൾ ഇത്തരം ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ നാളികേരത്തിനാണെങ്കിൽ വെളിച്ചെണ്ണയാണെങ്കിൽ അതല്ലെങ്കിൽ ഇപ്പോൾ വേറൊരു സാധനമാണ് റബ്ബർ. കേരളത്തിൻ്റെ സമ്പദ്ഘടനയുടെ ഒക്കെ ഈ റബ്ബറിൻ്റെ ഒക്കെ തന്നെ വില ഒക്കെ വല്ലാണ്ട് കുത്തി നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഉൽപ്പാദന ചെലവ് പോലും മുട്ടാത്ത രീതിയിൽ കൃഷിക്കാരൊക്കെ ഉപേക്ഷിക്കുന്ന രീതിയാണ്. അപ്പോൾ സത്യത്തിൽ ഇതൊക്കെ തന്നെ ഇന്ത്യയിലുള്ള വ്യാവസായിക ഉൽപ്പന്നങ്ങൾക്കുള്ള റോ മെറ്റീരിയൽസാണ്. ഇതൊക്കെ തന്നെ വിദേശത്ത് നിന്ന് വളരെ ചെറിയ വിലയ്ക്ക് ഇറക്കുമതി ചെയ്യാനുള്ള ഒരുപാട് ലൈസൻസ് സംവിധാനങ്ങളൊക്കെ ഏർപ്പെടുത്തി കോർപ്പറേറ്റ് റബ്ബറിൻ്റെ ഒക്കെ തന്നെ മേഖലയിൽ ഏത് തരത്തിലും ഇറക്കുമതി ചെയ്യാനുള്ള സംവിധാനമായിട്ട് നിലനിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഏറ്റവും ചുരുങ്ങിയ വിലയ്ക്ക് അവർക്ക് റോ മെറ്റീരിയൽ കിട്ടുന്നു. പക്ഷേ ഒരിക്കൽ പോലും കഴിഞ്ഞ 20 വർഷമായിട്ട് റബ്ബറിൻ്റെ ഒരു ഉൽപ്പന്നത്തിന് വില കുറഞ്ഞായിട്ട് നമുക്കാർക്കും അറിയില്ല. റബ്ബറിൻ്റെ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിച്ചുണ്ടാക്കുന്ന ഉൽപ്പന്നം സോപ്പോ വനസ്പതി അങ്ങനെ സാധനങ്ങൾക്കൊന്നും ഒരിക്കലും വില കുറഞ്ഞായിട്ട് നമുക്കറിയില്ല.
അപ്പോൾ സത്യത്തിൽ ഈ കൃഷിക്കാരന് സ്വാഭാവികമായിട്ടും വന്നു പെടുന്ന പണം ഈ പറയുന്ന കോർപ്പറേറ്റുകളായ ആളുകളുടെ ബാലൻസ് ഷീറ്റിൽ കയറുന്നത് നമുക്ക് തന്നെ നോക്കിയൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ ഈ ഒരു പദ്ധതി മാത്രം നടപ്പാക്കുന്ന ഒരു സർക്കാർ, അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ കോർപ്പറേറ്റുകൾ തന്നെയാണ് ഈ പറയുന്ന സർക്കാരിൻ്റെ പോളിസി നിശ്ചയിക്കുന്നതും അതൊക്കെ പരസ്യ കാര്യങ്ങളാണ്. ഇതാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്ഥിതിയിൽ ഇന്ത്യയിലെ കൃഷിക്കാരൻ അങ്ങേയറ്റം കഷ്ടതയിലാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് ആത്മഹത്യ ചെയ്യപ്പെട്ട ആളുകളുടെ എണ്ണം നമുക്ക് ലഭ്യമാകുന്ന കണക്കുകളൊക്കെ തെറ്റാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഇന്ത്യയിലെ ഈ എല്ലാ തരത്തിലുള്ള, അതിപ്പോൾ ഗ്രാമീണ മേഖലയാണ് പ്രധാനമായിട്ട് കൃഷിക്കാർ ജീവിക്കുന്നത്, അടിസ്ഥാനപരമായി ഒരു കാര്യവും ലഭ്യമില്ലാത്ത ആളുകളാണ് കൃഷിക്കാർ. അപ്പോൾ വെച്ചാൽ ബാക്കി ഏത് മേഖലയിലെ ആളുകളും വിട്ട് സമൂഹത്തിൽ ഏറ്റവും കീഴാളരായിട്ട് കഴിയുന്ന കൃഷിക്കാരും കർഷകത്തൊഴിലാളികളാണ്. ഈ ആളുകളെ അഡ്രസ്സ് ചെയ്യാനായിട്ട് ഒരിക്കലും മോഡി ഗവൺമെൻറ് ശ്രമിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇവരുടെ ചെലവിൽ ഇന്ത്യയിലെ കോർപ്പറേറ്റുകളെ വികസിപ്പിക്കുന്ന പ്രക്രിയയിൽ ഏർപ്പെടുന്നു എന്നുള്ളതാണ് മോഡിക്ക് നേരെ, BJP ഗവൺമെൻറ് നേരെ ഇന്ത്യയിലെ ഒരു കൃഷിക്കാരൻ എന്ന നിലയ്ക്ക് എനിക്ക് ഉന്നയിക്കുന്ന ഏറ്റവും വലിയ വിരോധം. കൃഷിക്കാരൻ്റെ ഇപ്പോൾ വളം, സാധനങ്ങൾ, ഇതിനൊക്കെ തന്നെ മുമ്പ് സബ്സിഡി സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ വെട്ടിക്കുറച്ച് ഇപ്പോൾ 420 രൂപയ്ക്ക് കിട്ടിയിരുന്ന ഫാക്ടറി ബോസിന് ഇപ്പോൾ 2400-2500 രൂപ കൊടുത്താലാണ് കിട്ടുക. ആ തരത്തിൽ വർധനമാണ്. അപ്പോൾ പ്രശ്നം വരുന്നത് കാര്യങ്ങൾ ഇത്രയൊക്കെ ശക്തമായിട്ടും ആ അർത്ഥത്തിലുള്ള, ഇപ്പോൾ ഡൽഹിയിൽ ഒക്കെ അധികരിച്ചിട്ടുള്ള കൃഷിക്കാരൻ്റെ സമരം ഉയർന്നു വന്നു എന്നുള്ളത് ശരിയാണെങ്കിൽ തന്നെ അതിന് അർഹമായ രീതിയിൽ ഇപ്പോൾ ബ്രിട്ടീഷുകാർ ചെയ്ത കാര്യത്തിനെതിരെ ഇന്ത്യൻ ജനത യോജിച്ചതിൻ്റെ ചരിത്രം നമുക്കുണ്ട്. പക്ഷേ ആ തരത്തിലുള്ള ഒരു വല്ലാത്തൊരു ഒരു അവയർനെസ്സും അതുപോലെ തന്നെ പ്രതിഷേധവും ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും ഉയർന്നു വരുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഈ പ്രശ്നത്തിന് കൂടി നമ്മൾ പരിശോധിക്കപ്പെടേണ്ടതുണ്ട് ഈ സമയത്ത്. അതാണ് അതിൽ ഈ ഒരു കൃഷിക്കാരനായി നിന്നിട്ട് തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം വെച്ചാൽ, താങ്കളുടെ കൂടെ ആളില്ല, അല്ല കൃഷിക്കാരൻ്റെ കൂടെ ആളില്ല എന്നുള്ളത് അല്ല, അത് മാത്രമല്ല, അല്ലാണ്ട് തന്നെ വേറൊരു രാഷ്ട്രീയ പ്രശ്നം അവിടെ ഉണ്ട്. കാരണം ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യത്ത് ഈ ഒരു 2000-5000 വർഷമായി ഇന്ത്യക്കാരൻ്റെ ചിന്ത പ്രധാനമായിട്ടും മതം ഇതൊക്കെ അധിഷ്ഠിതമായിട്ടുള്ളൊരു രീതിയാണ്. ഒരുപക്ഷെ ദേശീയ സമരം, കേരളത്തിലൊക്കെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അതല്ലെങ്കിൽ ഒരു അങ്ങനത്തെ ചെറിയ മൂവ്മെൻറ്റ്, അല്ലെങ്കിൽ യുക്തിവാദി പ്രസ്ഥാനം എന്നൊക്കെ പറഞ്ഞ പോലെ ചെറിയ പ്രസ്ഥാനം, ഇത്തരം പ്രസ്ഥാനം 100 കൊല്ലത്തിൻ്റെ പഴക്കമൊക്കെയാണ് ഇന്ത്യയിൽ ആപ്പാടെയുള്ളൂ. അതിനു മുമ്പ് മതത്തിൻ്റെയും സോഷ്യൽ അസമത്വം വളരെ ശക്തി നിൽക്കുന്ന ആ ഒരു മറ്റേ സനാതനധർമ്മം എന്നൊക്കെ പറയുന്നതിൻ്റെ ആ ഒരു ബേസല്ല. സാധാരണ വെച്ചാൽ നമ്മൾ മുടി വെട്ടുന്ന ഒരാൾ മനുഷ്യൻ നല്ല ഭംഗിയിലൊക്കെ ആക്കുന്ന ആളാണ് ഒരു മുടി വെട്ടുന്ന ആൾ എങ്കിൽ അയാൾ നമ്മുടെ സമൂഹത്തിനകത്ത് കീഴാളനാണ്, പട്ടികാധികാരനാണ് മുടി വെട്ടുന്ന ആൾ. അല്ലെങ്കിൽ ഒരു വീട് അമ്പലം പണിയുന്ന ആളോ അല്ലെങ്കിൽ ഒരു ശില്പിയായിട്ടുള്ള ഒരാൾ OBC ബാക്ക്വേർഡാണ്. അങ്ങനത്തെ അതാണ് നമ്മുടെ പാരമ്പര്യം. അപ്പോൾ മതത്തിൻ്റെ ഒരു സ്വാധീനം ഇന്ത്യൻ സമൂഹത്തിൽ വല്ലാണ്ടുണ്ടെങ്കിലും ആ ദേശീയ സമരത്തിലാവും ആ കാര്യത്തിലാകാണ് ചെറിയൊരു മാറ്റം മനുഷ്യൻ എന്നുള്ള നിലയ്ക്കുമ്പോൾ ഒരു തരം സംഗതി ഉണ്ടാക്കിയെടുത്തത്. പക്ഷേ എന്നാൽ പോലും ഇത്തരം മാറ്റങ്ങളൊക്കെ തന്നെ വളരെ തൊലിപ്പുറമെ മാത്രമാണ് ഇന്ത്യയിൽ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ BJP പോലത്തെ രാഷ്ട്രീയ പാർട്ടിക്ക് അറിയാം നമ്മുടെ തൊലിപ്പുറം പതുക്കെ ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ ഉള്ളിലിപ്പോഴും ഈ ഇന്ത്യയിലെ മുഴുവൻ ആളുകളുടെ ഉള്ളിലും ഈ മറ്റേ സംഗതി, മതം, ഇത്തരം സാധനങ്ങളുടെ വളരെ ശക്തമായ സംഗതി ഇരിപ്പുണ്ട്. അതുകൊണ്ട് ഇത് വളരെ വൈകാരികമായിട്ടുള്ള ഒരു സംഗതിയാണ്. അതിനെ പൊക്കി കൊണ്ടുവരികയാണെങ്കിൽ എല്ലാ കാര്യങ്ങളെയും മറികടക്കാനായിട്ട് കഴിയും എന്ന നല്ല ബോധ്യം ഈ BJP ഉയർന്ന രാഷ്ട്രീയത്തിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ അത്തരം രീതിയിലേക്ക് അത് മാത്രമേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിച്ചാൽ ഭക്ഷണത്തിന് മതമാവില്ല കഴിക്കേണ്ടത്. ഭക്ഷണം കിട്ടാതെ ഒരു കാലത്ത് കഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അന്ന് മനസ്സിലാക്കും ശരിക്കും മതം എന്താണ്, ഭക്ഷണം എന്താണെന്നുള്ളത്. നന്ദി, നമസ്കാരം.